ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന നാഡീകോശങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. അപ്പോൾ പ്രമേഹ രോഗികളിൽ അൺകൺട്രോൾഡ് ഡയബറ്റിസ്, അതായത് പ്രമേഹ രോഗം നിയന്ത്രണാതീതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50% ആൾക്കാർക്ക് ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രക്തത്തിൽ അളവിൽ കൂടുതൽ പഞ്ചസാര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല റിയാക്ഷൻസ് വഴി ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറിയിട്ട് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന ക്ഷയത്തിനും മറ്റ് ചെറിയ ഞരമ്പുകൾക്ക്, അതായത് ഈ നാഡീകോശങ്ങളെ സപ്ലൈ ചെയ്യുന്ന ചെറിയ ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷയത്തിന് കാരണമാകും. അതുമാത്രമല്ല ഡയറക്റ്റ്ലി ഇത് വന്നിട്ട് ന്യൂറോടോക്സിക്കുമാകാം. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് എന്തുണ്ടാകുന്നത്, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെയാണ് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ എന്ന് ചിന്തിച്ചാൽ സാധാരണ 3 തരത്തിൽ കാണാറുണ്ട് ന്യൂറോപ്പതി. ഒന്ന്, ഈ കൈകൾക്കും കാലുകൾക്കും വന്നിട്ട് വേദന ഉണ്ടാവുക, ബേണിംഗ് സെൻസേഷൻ, അതായത് എരിവ്, മുളക് അരച്ച് പുരട്ടിയതുപോലുള്ള തോന്നൽ, പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ, സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ തോന്നൽ, ഇതൊക്കെയാണ് സാധാരണ ആൾക്കാർ പറയാറ്. അത് കാലിൻ്റെ മുട്ടുവരെ വന്നതിന് ശേഷം കൈകളിലും കൂടി ബാധിക്കാം. ഇതിനെയാണ് നമ്മൾ ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് ടൈപ്പ് ഓഫ് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ള ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റ് അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഓട്ടോണോമിക് ന്യൂറോപ്പതി, ഉദാഹരണത്തിന് ഹൃദയമിടിപ്പിൻ്റെ താളത്തെ നിയന്ത്രിക്കുന്നത് ആ ഞരമ്പുകളെ ബാധിക്കാം. നിങ്ങളുടെ വയറിൻ്റെ മൂവ്മെൻറ്റ്സ്, അതായത് മലം ബന്ധമുണ്ടാകാം അല്ലെങ്കിൽ വയറിളക്കമുണ്ടാകാം, ഇങ്ങനെ പലതും വരാം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം, ഇതെല്ലാം വന്നിട്ട് ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഇഫക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടാം. ഇനി ഒരു തരത്തിൽ വരാം ക്രേനിയൽ നെർവ്, അതായത് മുഖത്തെയും മറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ചെറിയ നെർവ്സിനെയാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. ആ നെർവ്സിനെ മാത്രം ബാധിച്ചിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് ഒരു സൈഡ് മാത്രം, ഫേഷ്യൽ പാൽസി എന്ന് പറയും, മുഖത്തിൻ്റെ ഒരു സൈഡ് മാത്രം വന്നിട്ട് പാരലൈസ്ഡ് ആയി പോകുന്ന തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരാം. ഇതൊക്കെയാണ് സാധാരണ വരുന്നത് പെരിഫറൽ ന്യൂറോപ്പതിയിൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് സാധാരണ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് ഒരു ഡോക്ടർ വന്നിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാകും പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്. കൂടിയ ടെസ്റ്റുകളൊന്നും ആവശ്യമായി വരികയില്ല. അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ മാത്രം, അതിനധികം ചിലവില്ലാത്ത ടെസ്റ്റുകൾ തന്നെയാണ് ഉള്ളത്. സാധാരണ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡയബറ്റിസ് ഏറ്റവും കോമൺ ആയിട്ട് നിയന്ത്രണത്തിന് അതീതമായി നിൽക്കുന്ന ആൾക്കാരിലാണ് എന്തുണ്ടാവുന്നത്, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയബറ്റിസിനെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ്. അതിന് ഷുഗറിൻ്റെ മെഡിസിൻസും ഇൻസുലിൻ പോലുള്ള ഇഞ്ചെക്ഷൻസും വന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. വീണ്ടും ഈ ഒരു കാര്യം സെറ്റിൽ ചെയ്തതിന് ശേഷം, അതായത് പെരിഫറൽ ന്യൂറോപ്പതി വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാട്ടിലും നല്ലത് വരാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഡയബറ്റിക് കൺട്രോൾ തന്നെയാണ്. മാത്രമല്ല കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ സ്വന്തം പാദങ്ങളും മറ്റ് മുറിവുകളുണ്ടോ, അതിനകത്ത് എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പൊള്ളലുകൾ പോലെയുള്ള കാര്യങ്ങളുണ്ടോ, കാലസ് എന്ന് പറയുന്ന കട്ടിയുള്ള തൊലിയുണ്ടോ, ഇതൊക്കെ എക്സാമിൻ ചെയ്യണം. കാരണം എന്താണ്, ഇതൊക്കെ വന്നിട്ട് നിങ്ങളുടെ കാലുകളിലെ സെൻസേഷൻ ഇല്ലാണ്ടേ ആക്കിയിട്ട് ഇതിനകത്ത് ഇൻഫെക്ഷൻ വരാനും പിന്നെ അത് ഡയബറ്റിക് ഫുട്ട് പോലെയുള്ള ആംപ്യൂട്ടേഷൻ, അതായത് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെയുള്ള ഇതിലേക്ക് പ്രോഗ്രസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ അതിനെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. സാധാരണ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് പ്രത്യേകിച്ച് നമ്മൾ നെർവിനെ വേദന കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കാറ്. ഗാബാപെൻറ്റിൻ, പ്രീഗബാലിൻ പോലുള്ള മരുന്നുകളാണ് സാധാരണ ഉപയോഗിക്കാറ്. അതിലും കൂടുതൽ ചിലപ്പോൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ്റ് എന്നൊക്കെ പറയുന്ന ഗണത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. എന്നാലും പ്രിവെൻഷനും ഡയബറ്റിക് കൺട്രോളുമാണ് ഈ ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം.